ഞാനെൻ്റെ പോലീസ് ജോലി കഴിഞ്ഞിട്ടുള്ള ഇടവേളകളിലുള്ള ഒരു ചെറിയ മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകുന്ന രീതിയിലുള്ളൊരു കൃഷി രീതിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ മൊത്തം ഒരു 4-4.5 ഏക്കറോളം സ്ഥലത്ത് പല തരത്തിലുള്ള വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നുണ്ട്, ഫ്രൂട്ട്സും ചെയ്യുന്നുണ്ട്. സീസൺ ഫ്രൂട്ട്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പയറ്, വെണ്ട, കൈപ്പയ്ക്ക, പിന്നെ വളരെ അപൂർവമായിട്ടുള്ള കുറ്റിവാളരി എന്ന് പറയുന്ന വാളങ്ങപ്പയറിൻ്റെ തന്നെ ഒരു വകഭേദമായ കുറ്റിവാളരി ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് വാഴ ചെയ്യുന്നുണ്ട്. അത് പല 8ഓളം പ്ലോട്ടുകളിലായിട്ടാണ് ഇത് ചെയ്യുന്നത്. വാഴ ഏകദേശം ഒരു 750ഓളം വാഴ ഇപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ പയറും വെണ്ടയും ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്തത് പാവയ്ക്കും ചെയ്തേക്കുന്നത് ഓണത്തിന് ഒരു വില കിട്ടാവുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. പ്രധാനമായിട്ടും ജൈവവളങ്ങളാണ് ഇതിന് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 80% ജൈവവളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ തന്നെ പല രീതിയിലുള്ള ഡിസീസ്, ക്യാൻസറും അതുപോലെ തന്നെ കിഡ്നി അസുഖങ്ങളും നമ്മുടെ സമൂഹത്തിനെ അപ്പോൾ അത് പുറമേ നിന്ന് വരുന്ന പച്ചക്കറികളിൽ കൂടുതലും വളങ്ങളും അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡും വളരെ മാരകമായ കീടനാശിനികളും തെളിച്ചിട്ടാണ് പുറമേ നിന്ന് പല പച്ചക്കറികളും വരുന്നത്. അതൊക്കെ നമ്മളെ കൊച്ചുകുട്ടികളും ഇനി വളർന്നു വരുന്ന നാളേക്കുള്ള നമ്മുടെ പൗരന്മാർക്ക് ഒരു നല്ല ആരോഗ്യം ഉണ്ടാവണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജൈവ കൃഷിക്ക് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഈ കൃഷിയിൽ എനിക്ക് പ്രധാനമായിട്ടും ഇവിടുത്തെ കൃഷി ഓഫീസർ പ്രശാന്ത് സാറും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫും പിന്നെ ഞങ്ങളുടെ 16 അംഗം ഉൾപ്പെടുന്ന ഞങ്ങളുടെ ക്ലസ്റ്ററിലെ കൃഷിക്കാരും വളരെയധികം നല്ല രീതിയിൽ എനിക്കറിയാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് രഞ്ജിത്ത് ആളുകൾ നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞു തരികയും അതിന് കീടങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ജൈവ രീതികൾ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു തരികയും അതൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഗ്രോത്തും മറ്റ് കൃഷിനാശവും ഇല്ലാത്ത രീതിയിൽ ഞാൻ ചെയ്തു വന്ന കൃഷികളെല്ലാം തന്നെ വളരെ ലാഭകരമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ ഐറ്റമായ കക്കരി, ഇവിടെ പൊട്ടുവളരി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്, അത് മണ്ണുത്തി ARSലെ നാരായണൻകുട്ടി സാറിൻ്റെ ഷെഡ്യൂൾ പ്രകാരമാണ് ഞാൻ കൃഷി ചെയ്തത്. അത് പ്രിസിഷൻ ഫാമിംഗ് ആണ് ചെയ്തത്. അത് ഏകദേശം ഒരു 50 സെൻറ്റ് സ്ഥലത്ത് ഞാൻ കക്കരി കൃഷി ചെയ്തിരുന്നു. അത് ഏകദേശം എനിക്ക് ആ സാറിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ചെയ്തതുകൊണ്ട് ഒരു 10 ടണ്ണോളം ഒരു പ്രോഡക്റ്റ് കക്കരി എനിക്ക് 50 സെൻറ്റ്, അത് ഏകദേശം ഒരു 2 ലക്ഷത്തിലധികം രൂപ എനിക്ക് വരുമാനം ഉണ്ടാക്കി തന്നു. അതൊക്കെ തന്നെ നല്ല രീതിയിൽ വിപണനം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഫാഷൻ ഫ്രൂട്ട് തന്നെ ഒരു വകഭേദമാണ്. ഇത് മലേഷ്യയിലുള്ള ഒരു ഫ്രൂട്ടാണ്, മലേഷ്യയുടെ ഫ്രൂട്ടാണത്. ഇത് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് 4 അറവുള്ള ഫാഷൻ ഫ്രൂട്ടാണ്. ഇത് ഒറ്റ അറവോടുകൂടിയുള്ള ഫ്രൂട്ടാണ്. ഇത് ഷുഗർ ഇതിനൊക്കെ ഒരു നല്ല ഇതായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മറ്റേ ഫാഷൻ ഫ്രൂട്ടിനെ അപേക്ഷിച്ച് ഇത് അതിൻ്റെ ഒരു 2 ഇരട്ടി വില വലിപ്പം വയ്ക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ കൗതുകത്തിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി കൃഷി ചെയ്തേക്കുന്നതാണ്. വീടിനോട് ചേർന്നുള്ള മറ്റ് കൃഷികൾ ഇപ്പം നിർത്തി ചെയ്തുകൊണ്ടിരിക്കും. മറ്റ് കൃഷികൾ നമ്മുടെ മറ്റ് പ്ലാന്റുകൾ ഫാം ചെയ്തിട്ടുണ്ട്, മറ്റ് സ്ഥലങ്ങളിലായിട്ട് ഫാം ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പോലും ശ്രീ ജിജേഷ് ഏകദേശം 4.5 ഏക്കറോളം കൃഷി ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആശ്ചര്യമായിരിക്കും. എങ്കിലും ഇത് സാധിക്കുന്നത്
തുറസായ സ്ഥലത്തെ കൃത്യത കൃഷി വഴിയാണ്. തുറസായ സ്ഥലത്തെ കൃത്യത കൃഷിയിൽ നമ്മൾക്ക് കൃഷി ഇറക്കുന്നത് കഴിഞ്ഞാൽ ഒരാൾക്ക് നിഷ്പ്രയാസം 4.5 ഏക്കറോളം സ്ഥലം കൃഷി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് എല്ലാ ഉദ്യോഗസ്ഥർക്കും, ഏത് ഉദ്യോഗമാണെങ്കിൽ പോലും എല്ലാ ഉദ്യോഗസ്ഥർക്കും അവലംബിക്കാവുന്ന ഒരു കൃഷി രീതി തന്നെയാണ്. ഒരു ദിവസം 1-2 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ 4-4.5 ഏക്കറോളം സ്ഥലം നമ്മൾക്ക് കൃഷി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ കൃഷി രീതിയുടെ പ്രത്യേകത. തുറസായ സ്ഥലത്തെ കൃത്യത കൃഷിയിൽ ഒരു സ്ഥലം നമ്മൾ ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജലസേചനം ചെയ്യുവാനും അതുപോലെ തന്നെ വളമിടുവാനും മറ്റെല്ലാ പ്രവൃത്തികൾക്കും നമ്മൾക്ക് വളരെ എളുപ്പമാണ്. ഇത് ഏകദേശം ഒരു ദിവസത്തിൽ ഏകദേശം 1 മണിക്കൂർ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് എല്ലാ ഉദ്യോഗസ്ഥർക്കും, എല്ലാ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്നവർക്കും അവലംബിക്കാവുന്ന ഒരു കൃഷി രീതി തന്നെയാണ്. തുറസായ സ്ഥലത്തെ കൃത്യത കൃഷിയിൽ നമ്മൾ ആഴ്ചയിൽ 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ സസ്യങ്ങൾക്ക് വളം കൊടുക്കുന്നത്. അത് ജൈവ രീതിയിലായിട്ടാണെങ്കിലും മറ്റ് രാസരീതിയിലായിട്ടാണെങ്കിലും നമ്മൾ പല പ്രാവശ്യമായി കൊടുക്കുന്നത് വഴി ഈ കൊടുക്കുന്ന വളങ്ങളെല്ലാം സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നു. മാത്രവുമല്ല നമ്മൾക്ക് പരമാവധി കുറക്കുവാനും സാധിക്കും. ഈ കൊടുക്കുന്ന വളങ്ങളെല്ലാം തന്നെ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് കൊണ്ടും അത് കർഷകന് കൂടുതലായി ലാഭം തരുകയും ചെയ്യും. തുറസായ സ്ഥലത്തെ കൃത്യത കൃഷി നടത്തുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് തിരഞ്ഞെടുക്കുന്ന വിത്തുകളാണ്. വിത്തുകൾ പരമാവധി ഉൽപ്പാദനം ലഭിക്കാവുന്ന അത്യുൽപാദന ശേഷിയുള്ളതും ഹൈബ്രിഡ് ഇനങ്ങളുമായിട്ടുള്ള വിത്തിനങ്ങളാണ് പരമാവധി നമ്മൾ കൃഷിക്കായി കർഷകർ തിരഞ്ഞെടുക്കുക. ഇതുവഴി ഒരു നല്ലൊരു ഉൽപ്പാദനം കൈവരിക്കാനായി സാധിക്കും. പലപ്പോഴും കർഷകർക്ക് ഈ വിത്തിനങ്ങൾ നമ്മൾക്ക് ലഭ്യമാകുന്നത് പുറം സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ അത് ഇവിടെ തന്നെ മാളയിൽ തന്നെ ലഭ്യമാക്കാനുള്ള സാഹചര്യം കൃഷിഭവനിൽ ചെയ്തിട്ടുണ്ട്. കൃഷിഭവൻ്റെ കീഴിൽ തുറസായ സ്ഥലത്തെ കൃത്യത കൃഷി ചെയ്യുന്ന കർഷകരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സെൻറ്റർ ടു റേഡിയേറ്റ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആൻഡ് സർവീസസ് ക്രോപ്സ് എന്നറിയപ്പെടുന്ന ഒരു കേന്ദ്രം കൂടി നമ്മൾ തുടങ്ങുകയാണ്. ഇതുവഴി ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് വേണ്ടുന്നുള്ള എല്ലാ സേവനങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക ഉപദേശങ്ങളും ഈ ഒരു കേന്ദ്രത്തിൽ തന്നെ ലഭിക്കുവാനായിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. കുറ്റിവാളരി എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ മുമ്പുണ്ടായിരുന്ന വാളങ്ങപ്പയറിൻ്റെ ഒരു വകഭേദമാണ്. ഇത് നമ്മുടെ നാട്ടിൽ വളരെ റയറായിട്ടുള്ള സാധനമാണ്. ഞാനിത് 2 വിത്ത് കിട്ടി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എൻ്റെ വീട്ടുമുറ്റത്ത് ഫാം ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് തന്നെ ഇത്രയധികം വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഞാനിതിവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ റയറായിട്ട് ഇത് ധാരാളം പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള സാധനമാണ്. മാംസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ാണ് ഈ കുറ്റിവാളരി. ഇതിൻ്റെ കൂടെ തന്നെ ഈ കുറ്റിവാളരി വളർന്നു വരുന്ന ഈ സമയത്തിന് മുമ്പായിട്ട് ഒരു വിളയും കൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട്. പയറാണ് ചെയ്തത്. അപ്പോൾ ഈ കുറ്റിവാളരി ഇതിനിപ്പോൾ പന്തൽ വരും. വളർന്നു വരുന്നതനുസരിച്ച് ഇതിൻ്റെ മുകളിൽ വല കെട്ടിയിട്ട് അതിൽ പടർത്തിയാണ് ഈ ക്രോപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഈ പയർ വളർന്നു വരും. അപ്പോൾ ഈ പയറിൻ്റെയും കൂടി നമുക്കൊരു അധിക വരുമാനം കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഈ പയർ ചെയ്തേക്കുന്നത്. പയർ ചെയ്തത് ഒരു ഹൈബ്രിഡ് ഇനാണ്, നാടനല്ല അത്. പിന്നെ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. കീടങ്ങളുടെ നിയന്ത്രണത്തിനും അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണ് ഇളകിക്കെടുക്കാനും പിന്നെ തന്നെ പുല്ല് പിടിക്കാണ്ടിരിക്കാനൊക്കെ ഈ ഷീറ്റ് വളരെയധികം ഗുണം ചെയ്യും.
ഇതിന് പ്രധാനമായിട്ടും ജൈവവളമാണ് ഉപയോഗിച്ചേക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കൃഷി ഓഫീസും അതുപോലെ തന്നെ സർക്കാരും കൃഷിക്ക് പ്രചോദനമാകുന്ന രീതിയിൽ നല്ല പരിപാടികളും അതുപോലെ തന്നെ സബ്സിഡികളും മറ്റു കാര്യങ്ങളും ഉൾപ്പെടുത്തി കൃഷിക്കാരെ നമ്മുടെ കേരളത്തിൽ തന്നെ കേരളത്തിൽ ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സർക്കാരും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളും ശ്രദ്ധ കൂടുതലായിട്ട് ചെലുത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ക്ലസ്റ്റർ ഉൾപ്പെടുന്ന ഈ കോൾക്കുന്ന് ഭാഗത്ത് 6.5 ലക്ഷത്തോളം രൂപ ഏകദേശം ചിലവഴിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കൃഷിയുടെ ഞങ്ങളുടെ ക്ലസ്റ്ററും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള കർഷകർ ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ഘാടനം നടത്തി അത് പ്രവർത്തന യോഗ്യമാക്കി എടുക്കാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ തന്നെ കർഷകർക്ക് ഇടനിലക്കാരിൽ നിന്ന് ചൂഷണവും കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നല്ല വില കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സംരംഭമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ശരിയല്ലാത്തൊരു പ്രചരണം ഉണ്ട്. കൃഷി വളരെ നഷ്ടമായ ഒരു പരിപാടിയാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിലൊരു ആളുകളുടെ മൈൻഡിലുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ 3 കൊല്ലത്തെ കൃഷിയുടെ ഇടയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, കൃഷി എനിക്ക് എൻ്റെ പോലീസിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാൾ അധികം ഞാൻ ഈ ഡ്യൂട്ടിയുടെ ഇടയിൽ വന്ന് ഇപ്പോൾ രാത്രി 8 മണിക്കായാലും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ ഹെഡ്ലൈറ്റിൻ്റെയും മറ്റു സഹായത്തോടെ കൂടിയിട്ടാണ് ഈ കൃഷിയും കാര്യങ്ങളും കൂടുതലായിട്ടും പരിചരിച്ചു പോരുന്നത്. അത് രാത്രി ഏകദേശം 8 മണിക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ 11:30 വരെയൊക്കെ നീളാവുന്ന രീതിയിലുള്ള ഒരു പരിചരണവും കാര്യങ്ങളും, അത് വളമായാലും പിന്നെ മറ്റു കാര്യങ്ങളായാലും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജോലിയിലുള്ള ആ സമയത്ത് അപര്യാപ്തത മൂലം എങ്കിൽ തന്നെയും എനിക്ക് പറയാനുള്ളത്, മറ്റു ജോലികൾക്ക് ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ സമയമില്ല എന്നുള്ള അതിനൊരു കാരണമല്ല. പോലീസിലേതാണ് ഏറ്റവും കൂടുതൽ സമയവും മറ്റു സൗകര്യങ്ങളും ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഏകദേശം ഒരു 4-4.5 ഏക്കറോളം സ്ഥലത്ത് നിന്ന് ഈ നല്ല രീതിയിൽ പയറും വെണ്ടയും പാവയ്ക്കയും അതുപോലെ തന്നെ വഴുതനയും വാഴയും അങ്ങനെയുള്ള 5-8 ഇനം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ഈ ഡ്യൂട്ടിക്കിടയിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പം മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ാണ്. അപ്പം അങ്ങനെയുള്ള ഞങ്ങൾ ഗവൺമെൻറ് സർവീസും അല്ലെങ്കിൽ മറ്റു ജോലിയുള്ള ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് മടി പിടിച്ച് മറ്റു കാര്യങ്ങൾക്കും ഇരിക്കാതെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നല്ല ഭക്ഷണത്തിനും ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതിന് സ്വന്തം വീട്ടുമുറ്റത്തെങ്കിലും അറ്റ്ലീസ്റ്റ് 1-2 പച്ചക്കറികളെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് ഈ നാടിനോട് പറയാൻ. തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രദേശത്തും അല്ലെങ്കിൽ നമ്മുടെ നാടിനും വളരെയധികം ഗുണം ചെയ്യാവുന്ന ഒരു കാര്യമാണ്.